ഹലോ, ഇന്ന് നമുക്കൊരു ബിരിയാണി വീഡിയോ ആയാലോ. ഞാൻ UK വന്നപ്പോൾ മുതൽ പല രീതിയിൽ ബിരിയാണി വെച്ച് നോക്കി, പക്ഷേ ഈ ബിരിയാണിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആദ്യം ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കി അതിലോട്ട് 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ച്, പിന്നീട് ഞാൻ അവിടെ സ്പൈസസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറുകപ്പട്ട, കരയാമ്പൂ, ജീരകം എന്ന് വെച്ചാൽ ബിരിയാണിയിലിടുന്ന ജീരകം, പിന്നെ ബേ ലീഫ്, അതെല്ലാം ആ നെയ്യിലിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാൻ അരി കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തത് കൈമ റൈസാണ്. 3 ഗ്ലാസ് കൈമ റൈസാണ് ഞാൻ എടുത്തത്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതായത് അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഞാൻ അവിടെ ഓൾറെഡി എടുത്ത് വെച്ചിരുന്നു. ഇനി ആ റൈസ് തിളച്ച് അത് കറക്റ്റ് ആ വെള്ളത്തിൽ കിടന്ന് റെഡിയായി വരും. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അരി തിളച്ച് വന്നിട്ടുണ്ടാവും. ചെറിയ സിമ്മിലിട്ടിട്ട് അതൊന്നും കൂടി ചൂടാക്കുക. അപ്പോൾ അതിലുള്ള കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി പോയി അരി, നമ്മുടെ നെയ്ച്ചോറിനുള്ള അരി റെഡിയാവും. അടുത്തത് ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി, അരിപ്പൊടി, കോൺഫ്ലവർ, പെപ്പർ പൗഡർ ആൻഡ് ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് വിനാഗിരിയും കുറച്ച് യോഗർട്ടും കൂടി ചേർത്ത് ചിക്കൻ നല്ലപോലെ മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കുക. ഒരു 15 മിനിറ്റ്സ് വെക്കുക. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ മുഖത്ത് വരുന്ന പല ആക്ഷൻസും ശ്രദ്ധിക്കുന്നത്. ഇനി അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്ച്ചോറിന് വേണ്ട കാഷ്യൂനട്ട്, കിസ്മസ്, പിന്നെന്താണ് കുറച്ച് ഒനിയൻ, അതെല്ലാം ഞാൻ സോട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു. ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ കറിക്ക് വേണ്ട സവാളയും തക്കാളിയും ജിഞ്ചർ, ഗാർലിക്, പിന്നെന്താ പച്ചമുളക്, ഇതെല്ലാം ഞാൻ അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ചിക്കൻ കറിയിൽ ഒരു 1/2 ലെമൺ നീരും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതും തൊട്ടടുത്ത് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ഒരു 2-3 സ്പൂൺ തക്കാളി ടൊമാറ്റോ സോസ്, കെച്ചപ്പും കൂടി ചിക്കൻ കറിയിൽ ഒഴിക്കും. അപ്പോൾ ഞാൻ ആദ്യം ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇട്ട് സോട്ട് ചെയ്ത്, അതിനുശേഷം സവാള ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്ത്, പിന്നെ അതിലോട്ട് കുറച്ച് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട്, പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇട്ടത് ഗരം മസാലയാണ് കുറച്ച് കൂടുതൽ ഞാൻ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി കുറച്ച്, കെച്ചപ്പ്, കാശ്മീരി ചില്ലി അത്യാവശ്യത്തിന്. ഇതെല്ലാം ഞാൻ എൻ്റെ ഒരു കൈക്കണക്കാണ് ഞാൻ ഇടുന്നത്. എനിക്കത് കാരണം എത്ര സ്പൂൺ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാനിതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ സവാള സോട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക.
ഞാൻ ഇതിലോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു. അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ട്, അതിനുശേഷം ഞാൻ എൻ്റെ പാത്രത്തിൽ എനിക്ക് ദം ചെയ്യാൻ പറ്റത്തില്ല, ചിക്കൻ കറി ഉണ്ടാക്കിയ പാത്രത്തിൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറൊരു വലിയ പോട്ടിലോട്ട് ചിക്കൻ മാറ്റി, എന്നിട്ട് റൈസും അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് എൻ്റെ രീതിയിൽ തന്നെ അതൊന്ന് ദമ്മാക്കി മാറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എനിക്കും കൂടി ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പലപ്പോഴും റെസിപ്പി മറന്നു പോകും. സോ എനിക്കും കൂടി ഈ റെസിപ്പി ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.